നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ കഠിനാധ്വാനമൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ചിലർ മാത്രം വിജയത്തിൻ്റെ കൊടുമുടിയിലൊക്കെ എത്തുമ്പോൾ ഭൂരിഭാഗം പേരും കടക്കെണിയിലും പരാജയങ്ങളിലും ഒക്കെ വീണു പോകുന്നു. എന്തായിരിക്കും ഇതിന് ഒരു കാരണം? ഇന്നേക്ക് ഏകദേശം 2300 വർഷങ്ങൾക്കൊക്കെ മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യമൊക്കെ പടുത്തുയർത്തുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. അതാണ് ആചാര്യ ചാണക്യൻ. കേവലം ഒരു സാധാരണ ബ്രാഹ്മണനായി ജനിച്ച അദ്ദേഹം തൻ്റെ ബുദ്ധി കൂർമ്മതയൊക്കെ കൊണ്ടും തന്ത്രങ്ങളൊക്കെ കൊണ്ടും അക്കാലത്തെ മഹാരാജാവായിരുന്ന ധനനന്ദനെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കിവിട്ട ആളാണ്. ചാണക്യൻ അന്ന് എഴുതി വെച്ച ചാണക്യനീതി ഇന്നും പ്രസക്തമാണ്. നിങ്ങൾ ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ വ്യക്തിജീവിതത്തിലോ ഒക്കെ പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണേണ്ടതാണ്. ചാണക്യൻ പറയുന്ന 5 തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ തന്ത്രം ഇതാണ്: നിങ്ങളുടെ മനസ്സിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ പൂർണ്ണമായി നടപ്പാക്കുന്നത് വരെ അത് മറ്റൊരാളോടും പറയരുത്. നമ്മളിൽ പലർക്കും പറ്റുന്ന വലിയൊരു അബദ്ധമുണ്ട്. പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുമ്പോഴോ, അല്ലെങ്കിൽ ജോലിയിലൊരു മാറ്റം വരുത്താനൊക്കെ നോക്കുമ്പോഴോ നമ്മളത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമെല്ലാം പറഞ്ഞു നടക്കും. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങളുടെ പരാജയത്തിൻ്റെ ഒരു തുടക്കമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം പുറത്തു പറയുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ചുറ്റുമുള്ളവരെ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താം. അതൊന്നും നടക്കില്ല, നിനക്കതിനുള്ള ശേഷിയില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാം. രണ്ടാമത്, അസൂയ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വഴിയിലൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പദ്ധതി എന്താണോ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക. നിങ്ങളുടെ പ്രവർത്തികൾ നിശബ്ദമായിരിക്കട്ടെ, എന്നാൽ നിങ്ങളുടെ വിജയം ലോകം മുഴുവൻ കേൾക്കുന്ന തരത്തിൽ ശബ്ദമുള്ളതും ആയിരിക്കണം. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ലക്ഷ്യം കാണുന്നത് വരെ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ആ ലക്ഷ്യത്തിൽ മാത്രവും ആയിരിക്കണം. ഇനി രണ്ടാമത്തെ തന്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് അറിവിനെയും പണത്തെയും കുറിച്ചാണ്. ചാണക്യൻ പറയുന്നു, വിദ്യയാണ് ഏറ്റവും വലിയ സുഹൃത്ത്. സൗന്ദര്യത്തെക്കാളും യൗവനത്തെക്കാളും വിലപ്പെട്ടതാണ് അറിവ്. ഒരു വിദ്യാസമ്പന്നനായ മനുഷ്യനെ ലോകത്തെ എല്ലായിടത്തും ബഹുമാനിക്കുന്നതാണ്. അതിനാൽ പ്രായം എത്രയായാലും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് യാതൊരു കാരണവശാലും നിർത്തരുത്. ഇതിനോടൊപ്പം തന്നെ ചാണക്യൻ പറയുന്ന മറ്റൊന്നാണ് പണത്തിനെക്കുറിച്ചുള്ള പ്രാധാന്യം. അദ്ദേഹം വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, പണമാണോ ജീവിതത്തിലെല്ലാം എന്ന്. പക്ഷേ ചാണക്യൻ്റെ നിയമം അനുസരിച്ച് പണമല്ല എല്ലാം. പക്ഷേ പ്രതിസന്ധികളിൽ ആരുടെയും മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കണമെങ്കിൽ പണം അത്യാവശ്യവുമാണ്. സമ്പത്തുള്ളപ്പോൾ അത് ധൂർത്തടിക്കുകയും ചെയ്യരുത്. വരുമാനത്തേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്നവർ എത്ര വലിയ കോടീശ്വരനായാലും പെട്ടെന്ന് തന്നെ ദരിദ്രനും ആകേണ്ടി വരുന്നതാണ്. നാളേക്ക് വേണ്ടി സമ്പാദിക്കുക എന്നത് നമ്മുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു പ്രധാന തന്ത്രമാണ്. നമ്മൾ ജീവിതത്തിൽ എവിടെ എത്തും എന്ന് തീരുമാനിക്കുന്നത് നമ്മളെ കൂടെ കൂടുന്ന സുഹൃത്തുക്കളാണ്. ചാണക്യൻ വളരെ ഗൗരവത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്: മോശം സ്വഭാവമുള്ളവരുമായും എപ്പോഴും ജീവിതത്തെക്കുറിച്ച് പരാതി പറയുന്നവരുമായുള്ള സൗഹൃദം ഉടൻ ഉപേക്ഷിക്കുക എന്നത്. കാട്ടിലെ പാമ്പിനേക്കാൾ അപകടകാരിയാണ് കൂടെ നിന്ന് ചതിക്കുന്ന ദുഷ്ടന്മാരായ സുഹൃത്തുക്കൾ എന്ന് ചാണക്യൻ നമുക്ക് മുന്നറിയിപ്പും നൽകുന്നുണ്ട്. പാമ്പ് എപ്പോഴാണ് കടിക്കുക എന്ന് നമുക്കറിയില്ല. എന്നാൽ ഇത്തരം സുഹൃത്തുക്കൾ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും. എപ്പോഴും നെഗറ്റീവ് ചിന്തകളൊക്കെ പങ്കുവയ്ക്കുന്നവരുടെ കൂടെ നടന്നാൽ നിങ്ങളും നെഗറ്റീവായി ഓട്ടോമാറ്റിക്കായി മാറുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പമുള്ളവരുമായോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ മികച്ച ചിന്താഗതിയുള്ളവരുമായോ മാത്രം സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്നവരായിരിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾ. ഇനി പറയാൻ പോകുന്ന തന്ത്രം ഒരുപക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം. ചാണക്യൻ പറയുന്നു, നിങ്ങൾ കാട്ടിൽ പോയാൽ കാണാം, നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കുക. വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ ആരും തൊടില്ല. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ജീവിതത്തിൽ
അമിതമായി നിഷ്കളങ്കനാകരുത്. നിങ്ങൾ ഒരുപാട് പാവത്താനും എന്തിനും സമ്മതിക്കുന്നവനുമാണെങ്കിൽ ഈ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ്. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത്. നമ്മൾ ആരോടും ദ്രോഹം ചെയ്യരുത്, അത് ശരിയാണ്. എന്നാൽ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കാൻ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രവും ബുദ്ധിയും നമുക്ക് ഉണ്ടായിരിക്കുകയും വേണം. പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് പത്തി വിടർത്തി പേടിപ്പിക്കാറില്ലേ? അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിലും ലോകത്തിന് മുന്നിൽ ആവശ്യത്തിന് തന്ത്രശാലിയായി പെരുമാറാനും പഠിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ ഈ മത്സര ലോകത്ത് നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയൂ. അവസാനമായി ചാണക്യൻ പറയുന്നത് നമ്മുടെ ചിന്താഗതിയെക്കുറിച്ചാണ്. പലരും കഴിഞ്ഞുപോയ കാര്യങ്ങളെയൊക്കെ ഓർത്ത് വിഷമിച്ച് ഇന്നത്തെ ദിവസം നശിപ്പിക്കാറുണ്ട്. ഭൂതകാലത്തിൽ സംഭവിച്ച തെറ്റുകളെയൊക്കെ ഓർത്ത് സമയം കളയാതിരിക്കുക എന്ന് ചാണക്യൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് പാഠമൊക്കെ ഉൾക്കൊണ്ട് വർത്തമാനകാലത്തിൽ നന്നായി ജീവിക്കുക എന്നതാണ് ബുദ്ധി. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഭയത്തെ പരാജയപ്പെടുത്തിയേ തീരൂ. കടബാധ്യതകളോ പരാജയഭീതിയോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയോ ഒക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടാകും. ചാണക്യൻ പറയുന്നു, ഭയം നിങ്ങളെ തേടി വരുമ്പോൾ അതിനെ ഓടി ഒളിക്കാതെ നേരിടേണ്ടതാണ്. ഭയത്തിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ വേരോടെ നശിപ്പിക്കുക. ധൈര്യമുള്ളവന് മാത്രമേ ജീവിതത്തിൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, ചാണക്യൻ തൻ്റെ പ്രശസ്തമായ സൂക്തത്തിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ ജനിക്കുന്നത് അവൻ്റെ കർമ്മങ്ങൾക്കൊപ്പമാണ്. അവന് ലഭിക്കുന്ന ബുദ്ധിയും സമ്പത്തും വിജയവും എല്ലാം അവൻ്റെ കർമ്മഫലത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യത്തെയും വിധിയെയും കുറ്റം പറയാതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ 5 ചാണക്യതന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എപ്പോഴും രഹസ്യമായിരിക്കുക. അറിവും സമ്പത്തും നേടുക. നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ ആവശ്യത്തിന് തന്ത്രശാലിയാകുക. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ജീവിതം തനിയെ രക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാണക്യൻ്റെ ഏത് ഉപദേശമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള കൂടുതൽ ചിന്തകളും തന്ത്രങ്ങളും ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് തരിക.